എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പാരമ്പര്യ വിഭവങ്ങളിൽ ഒന്നായ അവിയൽ നിരവധി പച്ചക്കറികളും തേങ്ങയുടെ സമൃദ്ധമായ രുചിയും ചേർന്ന ഭക്ഷണമാണ്. സദ്യയിലെ കറികളിൽ ഒഴിച്ചുകൂട്ടാനാവാത്ത വിഭവമാണ് അവിയൽ. വളരെ എളുപ്പത്തിൽ അവിയൽ തയ്യാറാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. അവിയൽ തയ്യാറാക്കുന്നതിന് മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, പടവലം, ഉരുളക്കിഴങ്ങ്, ഏത്തക്കായ, അച്ചിങ്ങ, ബീൻസ് എന്നീ പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അവിയൽ തയ്യാറാക്കുന്നതിന് പച്ചക്കറികൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അരിഞ്ഞ പച്ചക്കറികൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്, 6 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, 1 വലിയ പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇവയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഈ അരപ്പ് പച്ചക്കറിയിലേക്ക് ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അവിയലിന് ആവശ്യമായ ഉപ്പ് എന്നിവ ചേർത്ത് കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അവിയൽ പല രീതിയിൽ ഉണ്ടാക്കാമെങ്കിലും ഏറ്റവും സിമ്പിളായ രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തിരുമ്മി വെച്ച കഷ്ണങ്ങളിലേക്ക് ഈ പച്ചക്കറികൾ വേകുന്നതിന് ആവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവിയൽ തയ്യാറാക്കാൻ തുടങ്ങാം. പച്ചക്കറികൾ വേഗത്തിൽ വേകുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം അവിയൽ തയ്യാറാക്കുന്നതിനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നു വെച്ച് അവിയൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ പച്ചക്കറികൾ പകുതി വേവായിട്ടുണ്ട്. ഒന്നുകൂടിയൊന്ന് മൂടി വെച്ച് വേവിക്കാം. അവിയലിന് ചെറിയ പുളി ലഭിക്കുന്നതിന് വേണ്ടി തൈരോ തക്കാളിയോ ചേർക്കുന്നതാണ്. ഞാൻ ഈ അവിയലിന് തക്കാളിയോ തൈരോ ഒന്നും ചേർക്കുന്നില്ല. ഈ അവിയലിന് 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പച്ചക്കറികളിൽ വെള്ളവും ചേർന്നാണ് ഈ അവിയൽ വെന്ത് വരുന്നത്. അവിയൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ തൂകിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് ഈ അവിയൽ വിളമ്പാവുന്നതാണ്. അവിയൽ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.